ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ഡയറക്ടറി ലോഗോ പ്രകാശനവും നടന്നു. ബീച്ച് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ബേപ്പൂർ മണ്ഡലം യൂത്ത് വിങ്ങും കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ജനറൽ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫറോക്ക് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര നിർവഹിച്ചു. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷേ മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി തന്റെ ശരീരത്തിന് ഭാഗം വരുന്നപോളം തന്റെ ശരീരത്തിൽ കുറച്ച് രക്തം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ മനസ്സുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന നമ്മുടെ നൗഷാദ് 35 പേർക്കിട്ട് ബ്ലഡ് ദാനം ചെയ്തെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 35 പേരുടെ ജീവൻ നിലനിർത്താൻ നൗഷാദിന്റെ ഭാഗത്തുനിന്ന് നൗഷാദ് അതിനുവേണ്ടി ശ്രമം നടത്തി. അതല്ലെങ്കിൽ നൗഷാദ് തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ നൽകിയ എന്ന് മനസ്സിലാക്കണം. അത് വലിയൊരു മനസ്സാണ്. വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെ സാധിക്കുള്ളൂ. ഇവിടെ നേരത്തെ കേൾക്കാനിടയായി 55 തവണ ബ്ലഡ് കൊടുത്തവരുണ്ടെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 55 തവണ 35 തവണ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിന് ഒരു കേടും വരുന്നില്ല. നമ്മളെ ശരീരത്തിന് നല്ലതാണ്. രക്തം സ്വീകരിക്കുന്നവനും രക്തം നൽകുന്നതിനും ആരോഗ്യത്തിന് അത് ഗുണകരമാണ് എന്നതാണ് നമ്മൾ കാണേണ്ടത്. രക്തദാന ഡയറക്ടറിയുടെ ലോഗോ KVVES ജില്ലാ സെക്രട്ടറി KM ഹനീഫ പ്രകാശനം ചെയ്തു. ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട് അധ്യക്ഷനായ ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷാസ് ഫറോക്ക്, ബീച്ച് ഹോസ്പിറ്റൽ ഡോക്ടർമാരായ ഡോക്ടർ മേരി, ഡോക്ടർ ടോക്കോ, ഡോക്ടർ ആകാശ്, മണ്ഡലം പ്രസിഡന്റ് OP രാജൻ, സെക്രട്ടറി ബീരാൻ കോയ, ട്രഷറർ അജ്മൽ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഷമീർ ഗോൾഡൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസീർ PC, MK അബൂബക്കർ, ഇല്യാസ് ബേപ്പൂർ, നിഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാറക്കൽ ആമിനയുടെ കോന്തല കിസ്സകൾ എന്ന പുസ്തകം ഓഗസ്റ്റ് 15-ന് മുക്കത്ത് പ്രകാശനം